ഇവിടെ മാറി നിന്നെ ഏതോ ഒരുത്തി ഡെയിലി വിളിച്ച് തെറി പറയണേന് ഞാൻ എന്നെ ചെയ്യാനേ. അത് കുഴപ്പമില്ല സഹോ, ഇതും കൂടി പറഞ്ഞ സഹോ. എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തോണ്ടല്ലേ നിന്നോട് ചോദിക്കണത്. ഇനി അവളെ ഏതാന്ന് പറയാണ്ട് അർത്ഥം പറയണ പ്രസ്ഥാനമില്ല. എന്താ സഹോ ഇത്? ലാസ്റ്റാന്ന് ഞാൻ ഈ പരിപാടി നിർത്തേണ്. പ്ലീസ് ഒന്ന് പറ. ആ പറ. ഇഫ് യു ആർ പുള്ളിങ് മീ ദിസ് മച്ച്, നീ എന്നെ ഇങ്ങനെ വലിച്ചഴിച്ചാല് ടു യുവർ ലവ്, നിന്റെ സ്നേഹത്തിലേക്ക് ഐ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. എനിക്ക് പിന്നെ വേറെ വഴിയില്ല. ബട്ട് ഐ ലവ് യു ബാക്ക്. പക്ഷെ ഞാനും തിരിച്ച് സ്നേഹിക്കാണ്ട് പറ്റൂല. എന്ന് വെച്ചാ എന്താടാ? എന്ന് വെച്ചാ നീ എന്നെ ഇങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഞാനും സ്നേഹിക്കാണ്ട് പറ്റൂല്ലോന്ന്. അത്രയുള്ള എടാ ദാസപ്പ, അവക്ക് നിന്നെ ഇഷ്ടാന്ന്. എടാ ദുഷ്ട, ഇനിയെങ്കിലും ഒന്ന് പറയുന്നത് ഏത് കൊച്ചാന്ന്. എടാ ഒന്ന് പറയടാ പ്ലീസ്. എടാ ടി വിയിൽ ലവ് ബേർഡ്സ് പരിപാടി അവതരിപ്പിക്കണ പെണ്ണില്ലേ, തമ്പു വിൽസൺ, അവളാണ്. നീ നാനേല് ഫോട്ടോ കാണിച്ചെന്നില്ലേ ആ പെൺകൊച്ചി. എടാ എടാ ദാസപ്പ, നീ ഒരു സംഭവമാ. നീ സെറ്റപ്പാ. നീ മഹാനാ. ഏറെക്കുറെ. ഇന്നല്ലേ ഷൂട്ടിംഗ് തുടങ്ങുന്നത്? ആ ആ കിച്ചുവേട്ടാ, ബെസ്റ്റ് ഓഫ് ലക്ക്. ആ താങ്ക് യു. ഇന്നാ എന്നാ ടവലോ? ഷോ ഈ അച്ഛൻ ഇന്നിന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയല്ലേ? ആ അഭിവാദ്യങ്ങൾ മോനെ. നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ, ജീവിതത്തിലൊരു വാശി ഉണ്ടാവാൻ വേണ്ടിട്ടാ. അതുകൊണ്ടൊക്കെയാ നീ ഇവിടം വരെ എത്തിയത്. ചേട്ടാ, ഒരാള് രക്ഷപ്പെടാൻ പോണെന്ന് അറിയുമ്പോ അതുവരെ അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നാട്ടുകാരൊക്കെ സ്ഥിരം പറഞ്ഞ ഡയലോഗ് ഇത്. അത് ചേട്ടനെ എനിക്കിട്ട് അച്ഛനിങ്ങ പോരെ. കഞ്ഞിയായില്ലടി, ഇതിൽ കൂടുതൽ എന്നാ കഞ്ഞിയാവാനാ? ഫോൺ എടുക്കാതെ പോവാം. അടിപൊളിയായിട്ടുണ്ടല്ലോടാ. നീ തന്നെ കാര്യങ്ങൾ ആമറല്ല ആണോ? വാ കേറ്. വേഗം പോയ. ഏയ് ഇങ്ങോട്ട് കയറണ്ട, ബാക്കിൽ നിന്നാ ഞാൻ ഓടിച്ചോളാം. എടാ ചെലപ്പോ ഞാൻ ഈ ആന്റണി പെരുമ്പാവൂർ സാറിന്റെ ഒക്കെ ലെവലിലേക്ക് വന്നാല. നീ കേറി. ഓ ഇൻഡോസൾഫാൻ പുറകിന്ന് വിളിച്ച് നാശം. നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, അതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഇതിനുള്ള മറുപടി ഞാൻ ചന്ദ്രൻചേട്ടയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി മേടിച്ചോട്ടോ. അല്ല അത് കിടുക്കി തിമിർത്തു കലക്കി കേറി പോണ്ടോ.